കുട്ടീസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി നമ്മൾ വാപ്പിയുടെ സ്പെഷ്യൽ ഞണ്ട് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഞണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തപ്പോൾ ഒരു അര കിലോ ഞണ്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല മാംസമുള്ള ചെറിയ ഞണ്ട് നോക്കിയിട്ടാണ് മേടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പീഷ്യസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു 4 സവാള സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കൈവിടാതെ തന്നെ നന്നായി വഴട്ടിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 25 കൊച്ചുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളിയും നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അധികം മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു എരിവ് ഇതിലേക്ക് കാണും. അതുകൊണ്ട് നമുക്ക് അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് എടുക്കണം. ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മുളക് പൊടി 1 സ്പൂണും മല്ലിപ്പൊടി 1.5 സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ. മീറ്റ് മസാല 1 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് എരിവ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതിനുശേഷം ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ഒന്നും വരില്ല നമ്മുടെ ഞണ്ട് കഴിച്ചാൽ. അതിനുശേഷം നമുക്ക് ഇതിന്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഞണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഞണ്ടിനകത്ത് ആ ഒരു അരപ്പ് പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തേക്ക് ബെൽ ബട്ടനും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പ്രത്യേകം അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ FBയിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലും കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക. ഇനി നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഇത് ഞണ്ടയ്ക്കൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തുറക്കുന്ന സമയത്ത് ഒരു അഡാറും മണമുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി മണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഞണ്ട് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് കറി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഞണ്ട് കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രത്യേകം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായി. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.